السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ക്ലാസിൻ്റെ ഭാഗമായി ബാക്കിയുള്ള ചില കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു സംശയം ചോദിച്ചതിൻ്റെ മറുപടിയോടുകൂടിയാണ് തുടങ്ങുന്നത്. അഥവാ മഹാനായ ശംസുൽ ഉലമ ഇത്രയധികം പീഡനം മറുഭാഗത്തുനിന്ന് ഏറ്റപ്പോൾ, അഥവാ ശംസുൽ ഉലമയെക്കുറിച്ച് ഞാൻ ഇന്നലെ വിശദീകരിച്ചതുപോലെ വളരെ മോശമായി ഒരു മാസിക, മലപ്പുറത്ത് പുറപ്പെടുന്ന ഒരു മാസിക, അത് ശംസുൽ ഉലമയെ വളരെ മോശമായി ചിത്രീകരിച്ചു. പിന്നെ സുന്നിയാണെന്ന് പറഞ്ഞിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു മൗലവി, അദ്ദേഹത്തിന്റെ മാസികയിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഏതൊക്കെ നിലക്ക് നിന്ദിക്കാൻ കഴിയുമോ ആ നിലക്ക് നിന്ദിച്ചു. അപ്പൊ ഈ മൗലവി അന്ന് ഏതെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിൽ ഔദ്യോഗികമായി സ്ഥാനം വഹിക്കുന്ന ആളായിരുന്നോ എന്നാണ്. അഥവാ സമസ്ത മുഷാവറ, ഏറ്റവും ആധികാരികമാകുന്നത്, അതിന്റെ കീഴ്ഘടകമാകുന്ന സുന്നി യുവജന സംഘം, വിദ്യാഭ്യാസ ബോർഡ്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ഇതൊക്കെയാണല്ലോ ഇയാൾക്ക് ഒരംഗമാകാൻ പറ്റിയ സംഘടന. അയാൾ മരിക്കുന്നത് വരെ മുഷാവറയിൽ മെമ്പറായിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളെ മുഷാവറയിൽ മെമ്പറാക്കൽ അനുയോജ്യവുമല്ലല്ലോ. രാഷ്ട്രീയവും കൊണ്ട് നടക്കുന്നൊരു മൗലവിയല്ല. അല്ലെങ്കിൽ അത് കൊണ്ടോട്ടിയെന്ന് കുറെ മുമ്പ് കുറച്ച് ചെറുപ്പക്കാരായ ലീഗുകാർ യോഗം ചേർന്ന് പ്രമേയം പാസ്സാക്കിയിരുന്നു, സീരി ഹാജിയെയും മുഷാവറയിലെടുക്കണം. കാരണം ഓരോ വികാരം അങ്ങനെയാണ്, അവർക്ക് ഏറ്റവും പ്രാധാന്യം രാഷ്ട്രീയത്തിനോടാണ്. സീരി ഹാജിക്ക് എന്ത് അനുയോഗ്യത വേണോ വേണ്ടേ അതൊന്നും ഓർക്കറിയില്ല. ഒരു പ്രമേയം പാസ്സാക്കി സീരി ഹാജിയെയും മുഷാവറയിലെടുക്കണം. അതാണ് അവരുടെ രാഷ്ട്രീയ സംഘടനയും അവരുടെ മറ്റുള്ള ആളുകളും. അപ്പൊ അതുപോലെ ഇയാളും അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണ് സീരി ഹാജിയെ പോലെ. പിന്നെന്തുണ്ട്, കുറച്ചു കാലം കിതാബ് ഓതാൻ പോയിട്ട് അയാൾ മൗലവി കൂടിയാണ് എന്നതൊഴിച്ചാൽ ഈ സീരി ഹാജിയെ പോലെ ഒരു തനി കറ രാഷ്ട്രീയക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനങ്ങളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നാം അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താൻ മഹാനായ കാന്തപുരം ഉസ്താദ് ഉദ്ദേശിച്ചിരുന്നു. കാരണം അയാൾക്ക് ചില കാര്യങ്ങളിലൊക്കെ കഴിവുകളുണ്ട്. ഉള്ള കഴിവ് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? ഖണ്ഡന പ്രസംഗത്തിൽ അയാൾ സുന്നിയായിരുന്ന, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വീറോടെ ബാധിച്ച ചില കാലങ്ങളുണ്ടായിരുന്നു. ആ കാലങ്ങളിലൊക്കെ വഹാബികളെ അയാൾ എതിർത്തിരുന്നു. അതിന്റെ പരിണിതഫലമാണ് അയാൾ MDP രൂപീകരിക്കാൻ കാരണമായത്. MDPയുടെ ആദ്യത്തെ പിതാവാണല്ലോ അദ്ദേഹം. അയാൾ മുൻകൈയെടുത്തിട്ടാണ് MDP എന്ന ഒരു സംഘടന, MDP എന്നതിന്റെ ഫുൾ ഫോം മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. സുന്നികളെ പലരും തഴയുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്ന് ഇവിടെ അഭിപ്രായപ്പെട്ട്, പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവര് സുന്നത്ത് ജമാഅത്തിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കക്ഷികൾക്ക് ഉണ്ടാക്കാൻ, ഈ കക്ഷികളെ പ്രേരിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഹിദായത്തും ബുദ്ധിയും അല്ലാഹു തആല അയാൾക്ക് കൊടുത്തില്ല. അതുകൊണ്ടാണ് അയാൾ ചാടിക്കുഴഞ്ഞ് എഴുന്നേറ്റത്. അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് മൂപ്പർ. അതിന്റെ ജനനവും മരണവും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് കഴിയും ചെയ്തിരുന്നു. പാലക്കാട് മഞ്ഞകുളം മഖാം സിയാറത്ത് ചെയ്ത് അവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കൂടി സ്റ്റേറ്റ് കമ്മിറ്റി പടച്ചുണ്ടാക്കി അദ്ദേഹത്തിന്റെ നാടാകുന്ന മേലാറ്റൂരിനടുത്ത കീഴാറ്റൂർ വന്ന് അദ്ദേഹം ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ പാർട്ടിയുടെ
പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസം അയാൾ അതിനെ പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ഏതോ ആട്ടെ 24 മണിക്കൂർ ജീവിക്കാൻ അവസരം കിട്ടാത്തൊരു പാർട്ടി അദ്ദേഹമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ചില കഴിവുകളുണ്ടെന്ന് AP ഉസ്താദ് മനസ്സിലാക്കിയപ്പോൾ ഉസ്താദ് അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. എപ്പോൾ നമുക്ക് പറയാം, MDP രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മർക്കസിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ സന്ദർശിക്കുകയാണ്. ഇദ്ദേഹം മാത്രമല്ല, ഫാറൂഖ് മൗലവിയുണ്ട്, കൊടുവള്ളിക്കാരൻ UK ലത്തീഫ് മൗലവിയുണ്ട്, മണ്ണാർക്കാട്ടുകാരൻ ഹംസ മൗലവിയുണ്ട്. ഇങ്ങനെ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് അതിനുള്ള പ്രതികരണം, ഒന്ന്, നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം ഇല്ല. രാഷ്ട്രീയ പാർട്ടിയായി സുന്നികൾ സംഘടിച്ചാൽ സുന്നികൾക്കത് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിന് മുതലാതിരിക്കലാണ് നല്ലത്. കാരണം ഇവിടെ പൊതുജനങ്ങൾ, അതിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവുമുള്ളവരാണ് സുന്നത്തി ജമാഅത്തിന്റെ അനുയായികൾ. അവർ കോൺഗ്രസിലുണ്ട്, അവർ ലീഗിലുണ്ട്, അവർ മറ്റു പല പാർട്ടികളിലും ഉണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ സംഘടിപ്പിച്ച് വേറെ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അത് സുന്നികൾക്ക് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിന് മുതലരുത് എന്ന് AP ഉസ്താദുകൾ പറയുകയും, പ്രത്യേകിച്ച് നാട്ടിക മൂസ മൗലവിയോട് AP ഉസ്താദ് ഉപദേശിച്ചു, നിങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. ആ കഴിവ് നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് ദീനിനു വേണ്ടിയായിരിക്കണം. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ച, ഉയർച്ച ഈ കാരണം കൊണ്ടുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നമുക്കത് ആഖിറത്തിലേക്ക് വലിയ നേട്ടമാകും. മൂസ മൗലവി, ആ വഴിക്കായിരിക്കട്ടെ നിങ്ങളുടെ ചിന്ത. സുന്നത്ത് ജമാഅത്തായിരിക്കണം നമ്മുടെ മജ്ജയിലും മാംസത്തിലും, നമ്മുടെ ബുദ്ധിയിലും, നമ്മുടെ പ്രവർത്തനത്തിലും, നടത്തത്തിലും, ഇരുത്തത്തിലും, ഉറക്കത്തിലുമൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന ആ ഒരു ലക്ഷ്യത്തിൽ നാം മുന്നേറിയാൽ അല്ലാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും, ഔലിയാക്കളുടെ സഹായം നമുക്കുണ്ടാകും. അതുവഴി ഇവിടെ ഈ ക്ഷുദ്രജീവികൾ അഥവാ വഹാബി മൗദൂദി പരിശകളൊക്കെ ആകെ വികലമാക്കിയ ഈ ആശയത്തെ, പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനവിടെ പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്താകുന്ന ദീന് നമ്മുടെ നാട്ടിൽ വളരെ ഉഷാറായി, വളരെ അന്തസ്സോടുകൂടി നിലനിൽക്കുന്നൊരു കക്ഷിയാകുമ്പോൾ നമുക്ക് ഖബറിൽ കടന്നും അതിന് സന്തോഷം നമുക്ക് പങ്കുവെക്കാം, നമുക്ക് അതിൽ പങ്കെടുക്കാം എന്നൊക്കെയുള്ള സ്വതസിദ്ധമായ തൻ്റെ ശൈലിയിലുള്ള ആ ഉപദേശം ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർകൾ ഈ നാട്ടിക മൂസ മൗലവിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ധതയും അല്ലേ, പിന്നീട് അയാൾ വളരെ അന്ധത ബാധിച്ച ഒരു രാഷ്ട്രീയക്കാരനായി. അന്ന് അതിൽ ബാധിച്ച അന്ധത അഥവാ MDP രൂപീകരിക്കുക എന്നുള്ള ഈ അന്ധത അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ കയറി, പ്രഷർ കയറി തലച്ചോറ് ബ്ലോക്കാവുന്നത് പോലെ അല്ലേ. പ്രഷർ ഇങ്ങനെ മൂത്ര പൊട്ടിയിട്ട് തലച്ചോറ് നരമ്പ് ബ്ലോക്കായി, ആ നരമ്പ് ബ്ലോക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ആളുകൾക്ക് ജീവനുണ്ടാകും. പക്ഷേ ആ തലച്ചോറ് കൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ സാധ്യമല്ല, ചിന്തിക്കാൻ കഴിയില്ല. കാരണം ശ്രദ്ധ മുഴുവനും ഒന്നിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മരവിച്ചിരിക്കുന്നു. അതുപോലെ ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ച് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മരവിച്ചതിൻ്റെ പേരിൽ AP ഉസ്താദിൻ്റെ ആ നല്ല ഉപദേശം കേൾക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് വളരെ ഒരു വലിയ ഖേദത്തോടു കൂടിയല്ലാതെ സ്മരിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ മൗലവി അവരൊക്കെ കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ തരം താഴ്ത്തുന്ന ഈ എഴുത്തും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. അത് ഈ മൂസ മൗലവി ഈ സംഘകുടുംബത്തിലെ ഒരംഗമായിരുന്നു. സുന്നി യുവജന സംഘത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോകാറുണ്ടായിരുന്നു. എന്നാൽ സുന്നി യുവജന സംഘത്തിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിട്ടില്ല. സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ അദ്ദേഹം അന്ന് പ്രചരിപ്പിച്ചിരുന്നു, പക്ഷേ സമസ്തയുടെ നേതൃരംഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ആലിമീങ്ങളോടൊപ്പമല്ലെങ്കിലും ആലിമീങ്ങളുടെ കീഴിൽ അയാൾ പ്രവർത്തിക്കുന്നു. പക്ഷേ
പിന്നീട് അയാൾക്ക് ഈ MDP ഒക്കെ പിരിച്ചുവിട്ടിട്ടുള്ള ഈ രാഷ്ട്രീയ അന്ധത ബാധിച്ച്, അഥവാ സമുദായ രാഷ്ട്രീയ പാർട്ടിയിൽ സജീവമായി ചേർന്ന് ഇദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുമൊക്കെ ആക്കി ദീനിൽ നിന്നിങ്ങനെ അകറ്റി കൊണ്ടുപോകാൻ ഇങ്ങനെ ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ തലമറന്ന് എണ്ണ തേക്കുക എന്ന് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെക്കുറിച്ച് എന്തൊക്കെയോ പുലമ്പുവാനും അതൊക്കെ എഴുതി വെക്കുവാനും അദ്ദേഹം തുടങ്ങി. അതിൻ്റെ പരിണതഫലമായിരുന്നു അദ്ദേഹം എഴുതി വെച്ച ഈ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മാസികയിൽ വന്ന ഈ റിപ്പോർട്ടുകളുമൊക്കെ എന്ന് സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അത് 1983, 84 കാലഘട്ടങ്ങളിലായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകൾ ശക്തമായി ശംസുൽ ഉലമയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ AP ഉസ്താദിനൊപ്പം വളരെ വ്യക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് ബാക്കി കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഈ രൂപത്തിലുള്ള തരം താഴ്ത്തലും ഇകഴ്ത്തലും ഇദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ മഹാനായ ശംസുൽ ഉലമയുടെ കൂടെയുണ്ടായിരുന്നവരും അതിനെതിരെ പ്രതികരിച്ചില്ല എന്നതാണ് വളരെ ഖേദകരമായ വസ്തുത. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ മൗലവിക്ക് ഇത്രത്തോളം ശംസുൽ ഉലമയെ കുതിര കയറാൻ അവസരം ലഭിച്ചത്. കാരണം ശംസുൽ ഉലമയുടെ കൂടെയുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും അവർ ഏതോ കാരണവശാൽ ഈ രാഷ്ട്രീയക്കാരുടെ പിണയാളുകളായി മാറിയിരുന്നു. നാം ആ ആലിമീങ്ങളെ ചെറുതായി കാണുകയോ അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുകയോ അല്ല ചെയ്യുന്നത്. അന്നത്തെ ആ അവസ്ഥ അതെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 1983, 84 കാലഘട്ടങ്ങളിലുള്ള ആ അവസ്ഥ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വളരെ ദുഃഖകരമായ അവസ്ഥയാണ് കാണുന്നത്. ഇങ്ങനെ ഞങ്ങൾ ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ, അത് മാത്രവുമല്ല 10,000-കണക്കിന് വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ അതിശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപണ്ഡിതനെ ഇങ്ങനെ തരം താഴ്ത്തത് കണ്ടപ്പോൾ ഒരു മുടിനാരിഴയുടെ രൂപത്തിൽ പോലും ഇവരാരും അതിനെ പ്രതിഷേധിച്ചില്ല. ആരും അതിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ തയ്യാറായില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് സമസ്തയുടെ മറ്റൊരു സെക്രട്ടറിയായ നല്ലൊരു പണ്ഡിതനും എഴുത്തുകാരനും കൂടിയായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ പരിഭാഷയുടെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കും. ആ ഖുർആൻ പരിഭാഷയുടെ യഥാർത്ഥ നിജസ്ഥിതി സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ ഖുർആൻ പരിഭാഷയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായി മാറി. അങ്ങനെ മഹാനായ ശംസുൽ ഉലമ അന്ന് സുന്നി വോയിസിൽ ലേഖനം വരെ എഴുതി ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക്. ബഹുമാനപ്പെട്ടവരായിരുന്നു അന്ന് സുന്നി വോയിസിന്റെ എഡിറ്റർ, ചീഫ് എഡിറ്റർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായിരുന്നു. താൻ പുറത്തിറക്കുന്ന ആ പത്രത്തിൽ തന്റെ ആശയം വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ രേഖപ്പെടുത്തി ഖുർആൻ പരിഭാഷ കുഫ്രിയത്തിലേക്ക് എന്നെഴുതി. ആ സന്ദർഭത്തിലും മഹാനായ ശംസുൽ ഉലമയുടെ ഭാഗത്ത് നിൽക്കാൻ ഈ മഹാന്മാരായ പണ്ഡിതന്മാരാരും തയ്യാറായില്ല. മാനസികമായി അവർക്കങ്ങനെ തോന്നുന്നുണ്ട്, അതന്നെയാണ് ശരിയെന്നവർ ഉറപ്പിച്ചു സ്വകാര്യത്തിൽ പറയും. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അവർ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യും. ഈ ഘട്ടങ്ങളിലൊക്കെ ഈ മറുഭാഗത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ മുബത്തദികളായിരുന്നു, ഈ വിവരദോഷികളായിരുന്നു. അവര് മറ്റുള്ളവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്.
എന്തിനാണ് ഈ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഏതോ കാരണവശാൽ ആ മഹാന്മാരായ പണ്ഡിതന്മാർ വിസ്മരിച്ചുപോയി. അങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടത്തിലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ച സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിന് ധൈര്യപൂർവം മഹാനായ ശംസുൽ ഉലമ തീരുമാനിക്കുന്നത്. മഹാനായ കാന്തപുരം ഉസ്താദും ശംസുൽ ഉലമയും കൂടി മാത്രം ചർച്ച ചെയ്തതാണ് ആദ്യം. സമസ്ത മുഷാവറയുടെ ആ മുഷാവറ ഉൾക്കൊള്ളുന്ന ഇവിടുത്തെ സുന്നി കേരളത്തിന്റെ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത്. പക്ഷേ തന്റെ കൂടെയുള്ള പലരോടും ഈ കാര്യം ആദ്യം ചർച്ച ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നതിന് അവർ വഴിമുടക്കികളാകുമെന്ന് ദീർഘദൃഷ്ടിയുള്ള ശംസുൽ ഉലമ അന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ആദ്യമായി ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവറുകളുമായിട്ടാണ് ശംസുൽ ഉലമ ഈ കാര്യം പങ്കുവെക്കുന്നത്. പങ്കുവെച്ച് രണ്ടാളും കൂടി ചർച്ച ചെയ്ത് ഏകദേശം നല്ലൊരു പ്ലാനിൽ എത്തിയതിനു ശേഷമാണ്, അതിന്റെ രൂപകൽപ്പന ഇവർ രണ്ടുപേരും കൂടി ചെയ്തതിനു ശേഷമാണ് മുഷാവറ യോഗത്തിൽ ഈ തീരുമാനം അറിയിക്കുന്നത്. മുഷാവറ യോഗം ചേർന്നപ്പോൾ നമുക്ക് നമ്മുടെ സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനം നമുക്ക് വിപുലമായി തന്നെ നടത്തണം എന്ന് അഭിപ്രായപ്പെടുകയും, അങ്ങനെ നടത്തണ്ടെന്ന് ആരും പറഞ്ഞില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം, നടത്തന്നെയാണ് വേണ്ടത്, എല്ലാവരും അങ്ങനെ തീരുമാനിച്ച് തീയതി പറയുകയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ ആ മുഷാവറ പിരിഞ്ഞു പോയതിനു ശേഷം ശംസുൽ ഉലമയോട് മാനസികമായി അടുപ്പമില്ലാത്ത ഈ മൗലവിമാർ തീരുമാനിക്കുന്നത് ആ സമ്മേളനം നടത്തണം, അത് നമ്മളെ രാഷ്ട്രീയക്കാരെ കൂട്ടിയിട്ടാകണം എന്നാണ്. അത് എങ്ങനെയായിരുന്നു അതിന്റെ രൂപം, നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. ഉടൻ തന്നെ മുഷാവറ യോഗം ഒന്നുകൂടി വിളിച്ചു. ആ മുഷാവറയിൽ പ്രധാന അജണ്ട നമ്മുടെ വാർഷിക സമ്മേളനമാണ്. ആ വാർഷിക സമ്മേളനം അത് പ്രധാനമായും അത് ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്നൊരുത്തിരിവഞ്ഞ അഭിപ്രായ പ്രകാരം സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചു. എങ്കിൽ അത് നടത്തിപ്പിന് വേണ്ടി നമുക്കൊരു സ്വാഗത സംഘം രൂപീകരിക്കണം. അതിനു വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ആലിമീങ്ങളുടെയും സുന്നി ഉമറാക്കളുടെയും കീഴ്ഘടകങ്ങളുടെ നേതാക്കളുടെയും വിപുലമായ ഒരു കൺവെൻഷൻ കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്തു. ആപാലവൃദ്ധം ആളുകൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. കൺവെൻഷനിൽ വെച്ച് വാർഷിക സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സമസ്തയുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊടുത്തു. വളരെ വിശദമായി AP ഉസ്താദ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒരു സ്വാഗത സംഘം രൂപീകൃതമായി. അതിന് ചുക്കാൻ പിടിക്കുന്ന ഉത്തരവാദിത്വം, അതിന് പ്രധാനമായിരിക്കുന്ന നേതൃത്വം ആ സദസ്സ് മഹാനായ കാന്തപുരം ഉസ്താദിൽ ഏൽപ്പിച്ചു. കാന്തപുരം ഉസ്താദാണ് അതിന്റെ പ്രധാനമായിരിക്കുന്ന. നിരവധി സബ് കമ്മിറ്റികളുണ്ട്. എല്ലാ നേതാക്കളും അതിന്റെ നേതാക്കന്മാരായിട്ട് ഓരോ കൺവീനർമാരായിട്ടും ചെയർമാൻമാരായിട്ടും ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണമായ ഒരു സ്വാഗത സംഘം അവിടുന്ന് രൂപീകൃതമായി. പക്ഷേ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കടിഞ്ഞാൻ അത് മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലാണ്. ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശവും ആജ്ഞയുമാണ് അവസാന വാക്ക്. അങ്ങനെ സ്വാഗത സംഘത്തിന്റെ പ്രഥമ യോഗം ചേർന്നു. ആദ്യം തന്നെ സ്വാഗത സംഘത്തിന്റെ ഒരു യോഗം ചേർന്നു. ആ യോഗം ചേർന്ന് സമ്മേളന സ്ഥലം, സമ്മേളന തീയതി, സമ്മേളനത്തിന്റെ മറ്റ് രൂപങ്ങൾ, ഭാവങ്ങൾ, ഇതൊക്കെ അതിൽ ചർച്ച ചെയ്തു. അപ്പൊ സ്ഥലത്ത് കോഴിക്കോട് കടപ്പുറത്താകാം, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. തീയതിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റിയിലാണ്. പ്രോഗ്രാം നമുക്ക് എങ്ങനെയൊക്കെ നടത്തണം, എത്ര ദിവസം നടത്തണം. അപ്പൊ അതിങ്ങനെ വ്യാഴാഴ്ച തുടങ്ങാം, വെള്ളിയാഴ്ച തുടങ്ങാം, ശനി ഞായർ
ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓരോ വിദ്യാഭ്യാസ ബോർഡിന്റെ കൺവെൻഷൻ, സുന്നിവൻ സംഘത്തിന്റെ കൺവെൻഷൻ, അതുപോലെ നിരവധി പ്രോഗ്രാമുകൾ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്താൻ ഓരോന്നും തയ്യാറാക്കി. ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി അവറുകളായിരുന്നു അതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഒരാൾ. മറ്റു പലരും ഉണ്ട്. സോവനീറിന്റെയൊക്കെ എഡിറ്റർ ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി ആയിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും കൂടിയൊക്കെ തയ്യാറാക്കി പിന്നീടുള്ളൊരു യോഗത്തിൽ നമുക്ക് നോട്ടീസ് പ്രിന്റ് ചെയ്യണം, വാൾ പോസ്റ്റർ കുറച്ച് പ്രിന്റ് ചെയ്യണം. ഇന്നത്തതുപോലെ വ്യാപകമായ ഫ്ലക്സ് ഒന്നും ഇല്ലാത്ത കാലമാണ്. പോസ്റ്ററും നോട്ടീസും തന്നെയാണ്. പ്രോഗ്രാം നോട്ടീസ്, വിളംബരത്തിനുള്ള പോസ്റ്റർ. ആ യോഗത്തിൽ ചെറിയ വാഗ്വാദം തന്നെ ഉണ്ടായി. എന്താ വാഗ്വാദത്തിന് കാരണം? ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കണമെന്ന് ആ രാഷ്ട്രീയം മത്ത് തലക്ക് പിടിച്ച ആലിമീങ്ങൾ വാദിക്കുകയാണ്. അതിന്റെ അധ്യക്ഷ സ്ഥാനം, അതിന്റെ ഉദ്ഘാടനം, ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കണം. എന്നിട്ട് അവർ കുറെ പ്രസംഗിക്കാം. അവരിങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ സമയം കളയാം. അവസാനം സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും ആദർശവും പറയുമ്പോൾ സദസ്സിൽ ആളില്ലാതിരിക്കുക, എന്നിട്ട് പേരിനൊരു സമ്മേളനം നടത്തി എന്നൊരു റിക്കാർഡുണ്ടാക്കുക. ഇതായിരുന്നു രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. അല്ലെ? ഏതാണ് ഈ രാഷ്ട്രീയക്കാർ? വഹാബികളാണ്. രാഷ്ട്രീയക്കാരെ കുപ്പായമണിഞ്ഞവരാണ് അവര്. ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിയിൽ അന്നുണ്ടായിരുന്ന 95% ആളുകളും വഹാബി ആശയക്കാരാണ്. മറ്റ് സുന്നികളുണ്ട്, അവരൊക്കെ താഴെ തട്ടിൽ മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും വോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ചെറിയ താലൂക്ക് അടിസ്ഥാനത്തിലോ ജില്ലന്റെ താഴെയോ പഞ്ചായത്ത് മേഖലകളിലോ ഒക്കെ ഉള്ള ചില ചോട്ടാ നേതാക്കളായിട്ട് ചില സുന്നികളും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വന്ന് വോയിസ് ഇല്ല. വോയിസ് ഉള്ളതാർക്കാണ്? അവരെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വലിയ നേതാക്കൾ. അവരുടെ കൽപ്പന അത് നടപ്പിലാക്കുക എന്ന പണി മാത്രമാണ് താഴേക്കിടയിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കൾക്കുള്ളത്, രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ളത്. അതുകൊണ്ട് ഇതിന്റെ തലച്ചോറ് പ്രവർത്തിച്ചിരുന്നത് മുബ്തദീങ്ങളാകുന്ന രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ഈ നേതാക്കളായിരുന്നു. അല്ലെ? എ.വി. അബ്ദുറഹ്മാൻ ഹാജി, എം.കെ. ഹാജി, അല്ലെ? ഉദാഹരണത്തിന് പറഞ്ഞതാ. അബുഖാദർ കുട്ടിനഹ, അതുപോലെ ഏതോ അബ്ദുള്ള സേട്ട്, മറ്റേ സേട്ട്, ഇങ്ങനെ പലരും, ഇബ്രാഹിം സുലൈമാൻ സേട്ട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആരായിരുന്നു? എന്നാൽ അവർക്ക് ഓശാന പാടാനായിരുന്നു ഈ ബാക്കിയുള്ള നേതാക്കൾ ഒരുങ്ങിയിരുന്നത്. ഇല്ലേ? ഉദാഹരണം ഞാൻ പറയാം. മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിയായിരുന്ന അബുഖാദർ കുട്ടിനഹ എന്ന ഒരു മന്ത്രി മരിക്കുന്നു. മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ലീഗിന്റെ നേതാക്കൾ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവിടെ പങ്കെടുക്കണം എന്ന്. അല്ലെ? ലീഗ് നേതാവാണ് മരണപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് പങ്കെടുക്കണം. അന്ന് തങ്ങളുടെ ഓപ്പോസിറ്റ് ലീഗായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ. പഴയകാല തന്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സയ്യിദ് ഉമർ ബാഫഖി തങ്ങളും അവിടെ പങ്കെടുക്കണം. അല്ലെ? രാഷ്ട്രീയ നിലക്കാണ് ഞാൻ ഈ പറയുന്നത്, രാഷ്ട്രീയമായ നിലക്ക്. അല്ലെങ്കിൽ അവർ പോയത് തികച്ചും പരിതാപകരം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയ നിലക്ക്, രാഷ്ട്രീയമാണല്ലോ അവർ ഒന്നാമതായി കണ്ടിരുന്നത്, ആ നിലക്ക് അവർ പങ്കെടുത്തു. പക്ഷേ മതപരമായ വേണ്ടതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ശിഹാബ് തങ്ങളും സയ്യിദ് ഉമർ ബാഫഖി തങ്ങളോട് പോകാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ട്? ഈ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളെയും ശിഹാബ് തങ്ങളെയും മുശ്രിക്കാക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ആളാണ് അബൂഖാദർ കുട്ടിനഹ. അല്ലേ? അയാള് വഹാബി സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടില്ല വഹാബികൾക്ക് വേണ്ടി, പക്ഷേ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത കടുത്ത വഹാബിയായിരുന്നില്ലേ? അങ്ങനെ ആ വഹാബിയായ മന്ത്രി മരിച്ചപ്പോൾ ഇവർ ചെന്നു, കാത്തിരുന്നു. അവസാനം മയ്യത്തിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നു. ആ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സുന്നി കേരളം വേദനിക്കുകയായിരുന്നു. നമ്മളിപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന
അബ്ദുൾ റബ്ബ് ആയിരുന്നേ ഇനി പറയേണ്ടുള്ളൂ. കാരണം എന്താ കാര്യങ്ങളൊക്കെ വളരെ കട്ടപ്പകയായിട്ടാണ് മനസ്സിലാകുന്നത്. ഞാനത് പറയുകയല്ല. ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൾ റബ്ബ് മുന്നിൽ കയറി നിന്നുകൊണ്ട് ബാപ്പയാണെന്നുള്ള അധികാരം ഉപയോഗിച്ച് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. അല്ലെ, രാഷ്ട്രീയ അന്ധത ബാധിച്ചുകൊണ്ട് തലച്ചോറ് മരവിക്കാത്ത ഏതെങ്കിലും ചേളാരിക്കാരനെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനും ഏതിനും നാഴികക്ക് 40 വട്ടം ശിഹാബ് ഉയർത്തിക്കാണിക്കുന്ന നിങ്ങൾ ഏതൊരു കമ്മിറ്റിന്റെ പ്രസിഡന്റായിട്ടും ഏത് ഉദ്ഘാടനത്തിനായിട്ടും ഏത് പരിപാടിക്കായിട്ടുമൊക്കെ ഇവിടെ ശിഹാബ് വേണം, പാണക്കാട്ടുനിന്നൊരു കുട്ടിയെങ്കിലും വേണം എന്ന് വാദിക്കുന്ന ചേളാരികളെ ഈ വഹാബി നേതാവ് മരണപ്പെട്ടപ്പോൾ ഈ വഹാബി നേതാവിന്റെ മകനാകുന്ന അബ്ദുൾ റബ്ബിന് എന്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളോട് തോന്നിയില്ല? എന്റെ പിതാവ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മാത്രമല്ല, അഖിലേന്ത്യാ പ്രസിഡന്റിനെ പിരിച്ചുവിടാൻ പോലും അധികാരമുള്ള സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ? സാധാരണഗതിയിൽ ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയെ നടപടിയെടുക്കൽ അഖിലേന്ത്യാ കമ്മിറ്റിയാണ്. ഇത് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ സ്റ്റേറ്റ് കമ്മിറ്റി പിരിച്ചുവിടുകയാണ്. എന്തിനാണ്? ഇദ്ദേഹം കള്ളു കുടിച്ചിട്ടോ മറ്റ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടോ അല്ല. പിന്നെ നൂറുകണക്കിന് കൊല്ലം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് വർഗീയവാദികൾ ഉടച്ച് തരിപ്പണമാക്കിയപ്പോൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ കൂടെയാണ് അന്ന് മുസ്ലിം ലീഗ് ഉള്ളത്. ഇന്നും ആ മുസ്ലിം ലീഗാകുന്ന നമ്മൾ ഈ പ്രധാനമന്ത്രിയോട് ഒരു പ്രതിഷേധമെങ്കിലും അറിയിക്കാൻ തയ്യാറാകണം. ആ പ്രതിഷേധം അറിയിക്കുവാൻ കേരളത്തിൽ ഭരണത്തിന്റെ ഈ ചക്കരക്കുളത്തിൽ കൈയിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗാകുന്ന മന്ത്രിമാരും MLA-മാരും താൽക്കാലികമായി ഒരു പ്രതിഷേധ സൂചകമായി അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന അഭിപ്രായം ഇദ്ദേഹം അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്ത് ഏകദേശം ഇങ്ങനെ ഉച്ചയാക്കി ലഞ്ചിന് വേണ്ടി പിരിഞ്ഞു. ലഞ്ചിന് വേണ്ടി പിരിഞ്ഞതിന് ശേഷം ഈ സുലൈമാൻ സേട്ടിനോട് പിന്നെ ഞങ്ങൾ യോഗം തുടങ്ങുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതി, ഞാൻ ഡൽഹിയിൽ നിന്ന് വിവരം പറഞ്ഞു. അഖിലേന്ത്യാ പ്രസിഡന്റിനോടാണ് വിവരം അറിയിക്കുന്നത്. എന്നിട്ട് ഇവർ യോഗം ചേർന്നിട്ട് മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് അഖിലേന്ത്യാ പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇതാണ് ഇവരെ രാഷ്ട്രീയ പാരമ്പര്യം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. അത്രത്തോളം പവർ പ്രയോഗിക്കാൻ ഈ രാഷ്ട്രീയ കക്ഷിയിൽ സ്വാധീനമുള്ള മഹാനായ ശിഹാബ് തങ്ങൾ, ആ ശിഹാബ് തങ്ങളെ പിന്നിൽ നിർത്തിക്കൊണ്ട് അതുപോലെ ബാഫഖി തങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ മകൻ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, ബാഫഖി തങ്ങളുടെ മകളെ ഭർത്താവും കൂടിയായ സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, ഈ മഹാനായ സയ്യിദിനെയും പിന്നിൽ നിർത്തിക്കൊണ്ട് ഈ അബ്ദുൾ റബ്ബ് മുന്നിൽ കയറിയെന്ന് തന്റെ ആ അപകട സൂചകമായ കൈകെട്ടിലും വെച്ച് മയ്യത്ത് നിസ്കരിച്ചപ്പോൾ നാണവും മാനവുമില്ലാതെ അവന്റെ പിന്നിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാൻ, അവന്റെ കൂടെ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടുനിന്നവരല്ലേ ഈ നേതാക്കൾ? എന്താണ് അതിന്റെ ഒരു ശരിയായ മാർഗം? നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്കത് ആലോചിക്കാം. ഒരു വഹാബി മരണപ്പെട്ടാൽ ആ വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കരുതെന്ന് പഠിക്കാത്ത ആളല്ല മഹാനായ ശിഹാബ് തങ്ങൾ. ആലിമാണ്, ഒരു പണ്ഡിതനും കൂടിയാണ്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു വന്ന ആളാണ്. ആ നിലയ്ക്ക് വിവരമില്ലാത്തവരെന്ന് മനസ്സിലാക്കരുത്. മഹാനായ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളും പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വിധിവിലക്കുകൾ പഠിച്ച ഒരു സയ്യിദാണ്. ഇങ്ങനെ പഠിച്ച ആലിമീങ്ങളും കൂടിയായ ഇവർക്ക് ഈ വഹാബിന്റെ മയ്യത്ത് നിസ്കരിക്കൽ എന്താണ് അതിന്റെ വിധി എന്ന് ഈ ചേളാരി സമസ്തക്കാർ തന്നെ ഒന്ന് വിശദീകരിക്കട്ടെ. സാധാരണക്കാർക്ക് തന്നെ നല്ലതല്ല. ഇനി സാധാരണക്കാർ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ വിധി മറ്റൊന്നാണ്. ഞാൻ അതിന്റെ ഫഖഹിയായ മസ്അലയിലേക്ക് കടക്കുന്നതല്ല. അപ്പോ ഇവർക്ക് ഈ ആലിമീങ്ങളോട്, സാദാത്യങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മഹാനായ ശിഹാബ് തങ്ങളെ അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ഈ അബ്ദുൾ റബ്ബ് നേതൃത്വം കൊടുക്കാൻ സമ്മതിച്ചില്ല? നിങ്ങൾക്കറിയോ, മഹാനായ ശംസുൽ ഉലമ മർഹൂം EK മുസ്ലിയാർ വഫാത്തായപ്പോൾ ശംസുൽ ഉലമ ആ സദസ്സിൽ വെച്ച്
ഈ സാദാത്യങ്ങളെ അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുക എന്ന ഒരൊറ്റ മാനദണ്ഡം വെച്ചുകൊണ്ട് മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ വഫാത്താകുന്ന കാലഘട്ടങ്ങളിൽ ഈ രാഷ്ട്രീയ കക്ഷി, മുസ്ലിം രാഷ്ട്രീയ കക്ഷിയും അവരുടെ പത്രങ്ങളുമൊക്കെ മഹാനായ ശംസുൽ ഉലമയെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന കാലമാണ്. 1981-82 കാലങ്ങളിലൊക്കെ അതിനിശ്ചിതമായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ വിമർശിക്കുന്നവരാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ. അതിന്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. പക്ഷേ ആഖിറത്തിൽ പേടിയുള്ള, ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള, ദീന് വേണ്ടതുപോലെ പഠിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കിയ, അഥവാ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചാലേ, അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിച്ചാലേ നമ്മുടെ വിവാദത്തിന് പ്രതിഫലമുള്ളൂ, ഞങ്ങൾ ആഖിറം രക്ഷപ്പെടുകയുള്ളൂ എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. രാഷ്ട്രീയമായി അവർ നമ്മൾ എതിർക്കുന്നുണ്ട്, അതൊക്കെ ഭൗതികമായ എതിർപ്പാണ്. അവർ എന്നെ അണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അടകോടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്നെ അവർ മൃഗത്തെക്കാൾ ദുഷിച്ചവനെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മഹല്ലിന്റെ ഖാദി പോലും ആകാൻ അർഹതയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ കൊയിലാണ്ടിയിൽ വെച്ച് ഈ രാഷ്ട്രീയ കക്ഷികൾ 1952 കാലഘട്ടങ്ങളിൽ ദേവി കുട്ടിമാളും അമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ KP കേശവമേനോന്റെ കൂടെ കാറിൽ, കോഴിപ്പുറത്ത് മാധവമേനോന്റെ കൂടെയും വയനാട്ടിൽ നിന്ന് കാറിൽ തിരിച്ചു വരുമ്പോൾ കൊയിലാണ്ടിയിൽ വെച്ച് ആ കാറ് തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും, ഇന്ന് മഹാനായ കാന്തപുരത്തിനെതിരെ ഇപ്പോഴത്തെ ഈ ലീഗ് തമ്മാടികൾ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മഹാനായ ശംസുൽ ഉലമയുടെ കാറിന് ചുറ്റുമിൽ അവർ വളഞ്ഞിരുന്ന് അസഭ്യങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും കാറിക്കുറച്ച് ആ കാറിലേക്ക് അവർ തുപ്പുകയും ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കയറ്റിയതിന്റെ പേരിൽ അവരുടെ ശരീരത്തിൽ തുപ്പുനീരായില്ല എന്ന് മാത്രം. അത്രമാത്രം ശംസുൽ ഉലമയെ എതിർക്കുന്ന കക്ഷിയാണെന്ന് ശംസുൽ ഉലമക്കറിയാം. ശംസുൽ ഉലമ അങ്ങോട്ടും എതിർത്തിട്ടുണ്ട്. കോഴിക്കോട് കുറ്റിത്തറയിൽ വെച്ച് മുവാഫക്കയുടെയും CH-ന്റെയും മുസ്ലിം ജമാഅത്തല്ല, മുസ്ലിം ജനാബത്താണ് ലീഗ് എന്ന് ഈ ലീഗിനെതിരായി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കോഴിക്കോട് കുറ്റിച്ചിറയിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഭൗതികമായ ഒരു താല്പര്യം വെച്ചുകൊണ്ട് മാത്രമാണ്. ഇത് ആഖിറത്തിലേക്കുള്ളതല്ല. ആഖിറം രക്ഷപ്പെടണമെങ്കിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുടുംബ പരമ്പരയെ ബഹുമാനിക്കുക, സ്വീകരിക്കുക. അല്ലെ, മറ്റൊന്നും ഈ കുടുംബത്തിന് റസൂലുള്ള ബാക്കി വെച്ചു പോയിട്ടില്ല. അല്ലെ, സക്കാത്ത് പോലും അഹ്ലുൽ ബൈത്തിന് വാങ്ങാൻ പാടില്ല. പക്ഷേ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, ആ കുടുംബത്തെ അടുത്തറിഞ്ഞ് സ്നേഹിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ഈ ബാധ്യത പഠിച്ച് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, മഹാനായ തന്റെ സഹോദരൻ സുന്നത്ത് ജമാഅത്തിന്റെ ധീരകേസരി ഈറ്റപ്പുലി ഹസൻ മുസ്ലിയാരുടെ മയ്യത്ത് അത് കുളിപ്പിച്ചു കഴിഞ്ഞ് അത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശംസുൽ ഉലമയുടെ കണ്ണ് ആദ്യമായി പോയത് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ മുഖത്തേക്കാണ്. അല്ലെ, ആ ശിഹാബ് തങ്ങളെ കൊണ്ടാണ് ആദ്യമായി മയ്യത്ത് നിസ്കരിപ്പിച്ചത്. എന്നാൽ ഈ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ ശിഹാബ് തങ്ങളെ ശൈഖുന നേതൃത്വത്തിലേക്ക് ആക്കിയത് പിൽക്കാലത്ത് ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. ശിഹാബ് തങ്ങളെ കൊണ്ടല്ലേ നിസ്കരിപ്പിച്ചത്, എത്ര മൂല്യന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായ ശൈഖുന അങ്ങനെ ചെയ്തത് സാദാത്യങ്ങളെ അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണം എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും കൂടി അതിലുണ്ടായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ ആ സദസ്സിലില്ലാത്തതിന്റെ പേരിലല്ല, പക്ഷേ അത്രത്തോളമൊന്നും പാണ്ഡിത്യമില്ലാത്ത വലിയ പണ്ഡിതന്മാരത്ര, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ തന്നെ ഉണ്ട്. തന്റെ സഹോദരന് മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും അർഹതയുള്ള ആള്, അതുപോലെ താനും കൂടി ബഹുമാനിക്കുന്ന, ശംസുൽ ഉലമ കൂടി ബഹുമാനിക്കുന്ന തന്റെ അനുജ സഹോദരൻ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിരി ബഹുമാനപ്പെട്ടവരോടെയുണ്ട്. അതുപോലെ മറ്റുള്ള സഹോദരന്മാരും ഉണ്ട്. ഉസ്മാൻ മുസ്ലിയാരുണ്ട്,
മറ്റു പലരും ഉണ്ട്. ഇതേപോലെ ജ്യേഷ്ഠാഞ്ചന്മാർ, സഹോദരന്മാരുണ്ട്. പുറത്തുള്ള ഒരുപാട് കണക്കില്ലാത്ത ആലിമീങ്ങളും ഉണ്ട്. എന്നാൽ ഇത്രയൊന്നും പാണ്ഡിത്യം ഇല്ലാത്ത മഹാനായ, പാണ്ഡിത്യമില്ലാത്ത എന്ന് പറയുന്നത് ഈ ആലിമീങ്ങളെ അപേക്ഷിച്ച് ശിഹാബുദ്ദീങ്ങളെ കുറിച്ച് കാണിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഈ ശൈഖുന ശംസുൽ ഉലമയെ പോലെ അല്ലെങ്കിൽ ഉമർ ഖാദിരിയെ പോലെ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പോലെ പാണ്ഡിത്യം ഇല്ല എന്ന് ശിഹാബുദ്ദീങ്ങൾ സമ്മതിക്കുന്ന കാര്യമാണ്. ആ ശിഹാബുദ്ദീങ്ങളെ ഇതിനു വേണ്ടി നിയോഗിച്ചത് എന്തിനായിരുന്നു? സാദാത്യങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചാലേ നിങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനാണ്, അത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. ഏതുപോലെ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ 994 ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ശൈഖുനയുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ, ശംസുൽ ഉലമയുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ ഇമാമത്തിന് നിർത്തിയത് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാത്രമേ ഉള്ളൂ എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ആഖിറം നിങ്ങൾക്ക് രക്ഷപ്പെടണോ? രാഷ്ട്രീയമായി ഈ ഭൗതിക കാര്യങ്ങളിൽ ഒരുപാട് നമുക്ക് ശിഹാബുദ്ദീങ്ങളോട് എതിർപ്പുണ്ട്, അഥവാ അദ്ദേഹത്തിന്റെ പാർട്ടിയോട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാനിതാ എന്റെ സഹോദരന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ശിഹാബുദ്ദീങ്ങളെ നിർത്തുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തീരുമാനിച്ച് ശിഹാബുദ്ദീങ്ങളെ കൊണ്ടാദ്യമായി മയ്യത്ത് നിസ്കരിപ്പിച്ചത് ഈ സാദാത്യങ്ങളെ അഥവാ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഇതൊന്നും മനസ്സിലാക്കാത്ത ചില രാഷ്ട്രീയ സുന്നികൾ പറയും, അന്ന് ഇ കെ മുസ്ലിയാർ മരിച്ചപ്പോൾ ഏപ്പില്ലായിരുന്നോ, മറ്റോലില്ലായിരുന്നോ, മറിച്ചോലില്ലായിരുന്നോ, ശിഹാബുദ്ദീങ്ങളെ കൊണ്ടല്ലേ നിസ്കരിപ്പിച്ചത് എന്നുണ്ട് വലിയ വായിലോര് പറയും അല്ലെ. അത് എ പി ഉസ്താദിനെ ധിക്കരിച്ചിട്ടല്ല, തന്റെ സഹോദരൻ ഉമർ ഖാദിരിയെ ഒഴിവാക്കിക്കൊണ്ടല്ല, മറ്റു പണ്ഡിതന്മാരെ ഒന്നും രണ്ടാം നമ്പറുകാരായി കണ്ടിട്ടും അല്ല. പിന്നെ ഈ സാദാത്യങ്ങളെ ബഹുമാനിക്കണം, അങ്ങനെ ബഹുമാനിച്ചാലേ ആഖിറം രക്ഷപ്പെടൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിനോട് തുടർന്ന് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നാളെ മുതൽ നമുക്ക് ആരംഭിക്കാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടുകൂടി വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു അത്യാവശ്യമുള്ളതിന്റെ പേരിലാണ്